ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ 2-3 ദിവസമായി ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഇടലിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. റൂം ടു ബിയും അതുപോലെ മൈലാഞ്ചി കല്യാണവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു വെഡ്ഡിങ് വ്ലോഗും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻസി ടൈമാണ്. മുമ്പത്തെ വീഡിയോസിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 7ാം മാസം സ്റ്റാർട്ട് ചെയ്തു, അൽഹംദുലില്ലാ. അപ്പോൾ കല്യാണ വീട്ടിലെത്തി. ഞാൻ വ്ലോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെക്കനൊക്കെ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നുമില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇതൊരു യൂട്യൂബറാണ് കേട്ടോ, തച്ചു വ്ലോഗ്സ്. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ആംഗിൾ ഓളായിരുന്നു. അപ്പോൾ അവിടെ എത്തി. ചെക്കൻ ഇറങ്ങാൻ നേരത്തുള്ള സമയത്തുള്ള തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. വീഡിയോസൊക്കെ ഞാൻ എവിടെ നിന്നല്ലോ തപ്പി പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കല്യാണ ചെക്കൻ ഇറങ്ങാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു സമയത്തുള്ള പാട്ടും ഇതൊക്കെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. അങ്ങനെ പിന്നെ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് നമ്മൾ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുഷുണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി. എന്താ പറയുക, കടലിൻ്റെ സൈഡിൽ ആ ഭാഗത്താണ്, ഒരു ബീച്ചിൻ്റെ എല്ലാം ഭാഗത്താണ് എൻ്റെ ഉപ്പാൻ്റെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി, കടപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാനും പിന്നെ എൻ്റെ ആങ്ങളുടെ ഓള്, പിന്നെ മെഹസ, പിന്നെ ഉപ്പാൻ്റെ വീട്ടിലെല്ലാവരും, കസിൻസും അമ്മായിമാരും എല്ലാവരും ഒന്നിച്ചിട്ട്. നമ്മളെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. ഇതെൻ്റെ ആങ്ങളുടെ മോനും. പിന്നെ എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല, ഒരു ക്ലിപ്പ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഏതോ ഒരു ഫോട്ടോയിൽ മാത്രമേ ഉണ്ട്. അത് അവൻ ഒറ്റയ്ക്ക് എൻ്റെ ഫോൺ പോയിട്ട് മേടിച്ചിട്ട് എടുത്തിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫോട്ടോസ് മാത്രമാണ്. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് വന്നത് ഫോട്ടോസും പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അങ്ങനെ എല്ലാവരും പരമാവധി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കസിൻസും നമ്മളും എല്ലാം. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ എൻ്റെ മാപ്പിളിൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അന്നേരമൊന്നും ഭയങ്കര റഷായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു. പെണ്ണിൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. ചെക്കൻ ഇറങ്ങാനൊന്നും കാത്തു നിന്നിട്ടില്ല. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളിതാ ബസ്സിലേക്ക് കയറി. ബസ്സിൽ നമ്മൾ കയറുമ്പോഴേക്ക് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീട് അടുത്ത് തന്നെയായിരുന്നു, തലശ്ശേരി തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉരുണ്ട് കളിച്ച് പിന്നെ ലേറ്റായി. 2 ബസ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബസ് പോയിട്ട് തിരിച്ച് വന്നിട്ട് 2ാമത്തെ ബസ്സിലാണ് നമ്മൾ പോയത്. അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ പോകാനും. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് കുട്ടികൾ ഡാൻസ് കളിക്കലാണ്. എൻ്റെ മോളും എൻ്റെ കസിൻ്റെ മോളും, അവർ രണ്ടാളും ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡാൻസാണ്. അവർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ, കഴിഞ്ഞ ഷോർട്സൊക്കെ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ ഡാൻസ്. കാണാത്തവർ പോയിട്ട് കാണുക കേട്ടോ. പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെയും സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ ബസ്സിൽ നിന്ന് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. നമ്മളൊരു 8 മണിയെല്ലാം ആയിട്ടുണ്ടാവുമായിരിക്കും പെണ്ണിൻ്റെ വീട്ടിലെത്തുമ്പോൾ. പെണ്ണിൻ്റെ വീട്ടിലെത്തി കുടിക്കാനൊക്കെ കുടിച്ചു. പിന്നെ പെണ്ണിനെ ചമയിക്കലാണ്, മാറ്റിക്കലാണ്. കുറച്ച് ആൾക്കാർ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു മാറ്റിക്കാൻ. എന്നിട്ട് നമ്മൾ വന്നിട്ട് അവർ മാറ്റിക്കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വേഗം മാറ്റിച്ചു, എല്ലാം സെറ്റാക്കി കൊടുത്തു. അങ്ങനെ പെണ്ണിനെയും കൂട്ടി നമ്മളെ വീട്ടിലേക്ക് പോകലാണ്. ആ സമയത്ത് പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ഭയങ്കര ഇമോഷണലായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. ഇവർ ഈ നാട്ടുകാരല്ല, ഇവർ തറവാട് ഇവിടെയാണ്, തലശ്ശേരിയാണ്. പക്ഷേ പെണ്ണിൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയത് മൈസൂർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ, തലശ്ശേരി തറവാട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ പെണ്ണിനെയും കൂട്ടി പോവാണ്. ബസ്സിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് പിന്നീട് കിട്ടിയ ക്ലിപ്സാണ്. ഈ ബസ്സിലായിരുന്നില്ല ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് എത്തുന്നതും
അങ്ങനെയൊക്കെ. അങ്ങനെ സ്റ്റേജിൽ കൊണ്ടാണ്ടിട്ട് ഇരുത്തി. പിന്നെ എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അതൊന്നും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അടിപൊളി ഡ്രിങ്കായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഒരു കോക്ടെയിൽ പോലത്തെ ഡ്രിങ്കായിരുന്നു. അവിടെ പോയപ്പോൾ ഉള്ളതും എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര റഷായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ അപ്പൂൻ്റെ കുറേ നേരം ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പു എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. അവനായിരുന്നു കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തത്, എഡിറ്റിങ് മൊത്തം. അപ്പോൾ അവിടെ ഓൻ പറയുന്നത് പോലെ അവർ തിരിയാൻ അറിയാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസ് പകർത്തി. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും തിന്നു. പിന്നെ ഇതാ കറക്കലും തിരിക്കലും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീഡിയോസും ഒന്നിച്ച് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ എത്തും കുത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പുതിയ ട്രെൻഡല്ലേ, നമ്മളെയൊന്നും കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. പിന്നെ ചെക്കൻ്റെ കലാപരിപാടി തുടങ്ങി. എല്ലാവർക്കും ഉമ്മ കൊടുക്കലാണ് കേട്ടോ. ഇത് അവൻ്റെ കസിൻസാണ്, പെങ്ങന്മാരാണ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കൾ. ഇവർ രണ്ടാൾ മാത്രമേ, ഇവനും ഇവൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ കുറേ ടിക്ടോക്കിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പെണ്ണിനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചു പോയി കേട്ടോ. പിന്നെ കുറേ സമയം നിന്നിട്ടില്ല, എല്ലാ പരിപാടിയും കഴിയുമ്പോഴേക്കും ഒരു 10-11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്, ആഡ് ആക്കുന്നുണ്ട്. മൈലാഞ്ചിൻ്റെ വീഡിയോയിൽ കുറേ ആൾക്കാരുടെ ഫോട്ടോസൊന്നും ഇടായിട്ട് എല്ലാവർക്കും ഭയങ്കര പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അയച്ചു തന്ന ഫോട്ടോസും പരമാവധി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ സാരമില്ല, ചീത്തയാണെങ്കിൽ സാരമില്ല, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.